ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നിങ്ങൾക്ക് കടലും സൺസെറ്റും ഒക്കെ എന്നെ പോലെ ഒത്തിരി ഇഷ്ടമുള്ളവരാണെങ്കിൽ ദിസ് വ്ളോഗ് ഇസ് ഫോർ യു. നമ്മൾ ഇത്തവണ പോകാൻ പോകുന്നത് വർക്കലയിലേക്കാട്ടോ. അപ്പം ഞാൻ വെളുപ്പിനെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഒരു ഊബറൊക്കെ എടുത്ത് റെയിൽവേ സ്റ്റേഷനിലെത്തി. ട്രെയിൻ കുറച്ച് ലേറ്റ് ആയിരുന്നു. കുറച്ച് കഴിയുമ്പോഴത്തേക്കും ട്രെയിൻ കിട്ടി. അങ്ങനെ നമ്മൾ വർക്കലയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഈ വ്ളോഗ് എടുത്ത് വെച്ചിട്ട് കുറച്ച് നാളായി. പോസ്റ്റ് ചെയ്യാൻ കുറച്ച് വൈകിയതാണ്. ഇതെൻ്റെ ബർത്ത്ഡേയുടെ സമയത്ത് പോയൊരു ട്രിപ്പാണ്. കാരിശ്ശേരി ട്രിപ്പൊക്കെ നേരത്തെ പ്ലാൻ ചെയ്തതാണെങ്കിലും ഹോട്ടൽ ലാസ്റ്റ് മിനിറ്റാണ് ബുക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ സമയത്ത് അവൈലബിൾ ആയിട്ടുള്ള ഒരു സ്ഥലം നോക്കി ബുക്ക് ചെയ്യേണ്ടി വന്നു. ഞങ്ങൾ നോക്കി വെച്ച സ്ഥലങ്ങളൊന്നും ഞങ്ങൾക്ക് അവിടെ അപ്പോൾ ആ സമയത്ത് റൂംസ് അവൈലബിൾ അല്ലായിരുന്നു. അവർ പറഞ്ഞു തന്ന വഴി അനുസരിച്ച് ഞങ്ങൾ ആ ഹോട്ടലിൻ്റെ ബാക്ക് സൈഡിലാണ് എത്തിയത്. അവിടെ നമുക്ക് ഓക്കെ ആയിരിക്കുമോ എന്നൊരു സംശയം ആദ്യം തോന്നിയെങ്കിലും ബട്ട് നമ്മൾ പ്രോപ്പർട്ടിയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ നമുക്കത് ഓക്കെ ആയിട്ട് തോന്നി. റൂമാണെങ്കിലും ഓക്കെ, കുഴപ്പമില്ല, ഒരു തർക്കടില്ലാത്തൊരു റൂമായിരുന്നു. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു 3500 to 4000 ആ ഒരു റേഞ്ചിലാണ് പേ ചെയ്തതെന്ന് എൻ്റെ ഓർമ്മ. റൂമും ബാൽക്കണി ആയിരുന്നു ഉണ്ടായിരുന്നത്. അത് നമുക്ക് സീ വ്യൂ ആയിട്ടുള്ള ഒരു റൂമാണ് അവർ തന്നത്. കുറച്ച് നേരം അവിടെ ഇരുന്ന് റിലാക്സ് ഒക്കെ ചെയ്ത് എന്നാൽ പിന്നെ ഫുഡ് കഴിച്ചിട്ട് വരാൻ കരുതി. ഉച്ചയായി ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ. നല്ല വെയിലും അതുപോലെ ചൂടായിരുന്നു അന്നുണ്ടായിരുന്നത്. എന്തായാലും വിശന്ന് പൊരിഞ്ഞിരിക്കുന്ന സമയമായതുകൊണ്ട് നമ്മൾ ഓർത്തു എന്നാൽ പിന്നെ ഒന്നും നോക്കണ്ട, പോയി അടുത്ത സ്ഥലത്തുനിന്ന് ഭക്ഷണം കഴിക്കാമെന്ന്. പോകുന്ന വഴിക്ക് ഇതുപോലെ നല്ല ഭംഗിയുള്ള കടകളെല്ലാം കണ്ടു. മിക്ക കടകളും അടഞ്ഞു കിടക്കായിരുന്നു കേട്ടോ. ഞാൻ അറിഞ്ഞത് രാത്രിയാണ് കടകളൊക്കെ തുറക്കുക, അല്ലെങ്കിൽ സന്ധ്യ ആകുമ്പം ആണ് ഈ കടകളൊക്കെ തുറക്കാമെന്നാണ്. പിന്നെ കുറച്ച് കടലും ഭംഗിയുള്ള കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങളങ്ങനെ റെസ്റ്റോറൻറ്റ് തപ്പി നടക്കുമായിരുന്നു ഫുഡ് കഴിക്കാൻ. മിക്ക റെസ്റ്റോറൻറ്റുകളും അടഞ്ഞു കിടക്കുമായിരുന്നു. അങ്ങനെ ഫൈനലി ഒരു റെസ്റ്റോറൻറ്റ് കണ്ടു. നമ്മളവിടെ കയറി. അവിടെ ഞങ്ങൾ ഓർഡർ ചെയ്തത് ചോറും ഈ ചെമ്മീൻ കറി ആയിരുന്നു. നമുക്ക് റൈസ് കിട്ടിയത് ഇങ്ങനെ ബസ്മതി അരി പോലത്തെ റൈസ് ആയിരുന്നു. ബട്ട് ആ ചെമ്മീൻ കറി ഒട്ടും നല്ലതല്ലായിരുന്നു, ഭയങ്കര സ്പൈസി ആയിരുന്നു. അപ്പോൾ കഴിച്ചിട്ടൊരു സുഖം ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ റൂമിൽ വന്ന് കുറച്ച് നേരം റെസ്റ്റ് ഒക്കെ എടുത്ത് അങ്ങനെ പോയി സൺസെറ്റ് ഒക്കെ കണ്ട് ഒരു ചായ കുടിക്കാന്നൊക്കെ കരുതി ഞങ്ങൾ റൂമിൽ നിന്ന് ഇറങ്ങി നടക്കാൻ തുടങ്ങി. നല്ല ഭംഗിയുള്ള അടിപൊളി വൈബുള്ളൊരു സ്ഥലം കേട്ടോ. പോകുന്ന വഴിക്ക് കടകളൊക്കെ തുറന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ഉച്ചയ്ക്ക് അടഞ്ഞു കിടന്ന പല കടകളും ഈ സമയത്ത് തുറന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒത്തിരി ആൾക്കാർ ഇതുപോലെ നടക്കാൻ വേണ്ടിയിട്ട് ക്ലിഫിൻ്റെ സൈഡിൽ കൂടെ നടക്കുന്നുണ്ടായിരുന്നു. ആ സൺസെറ്റ് കാണാൻ ഭയങ്കര ഭംഗിയായിരുന്നു. സാധാരണ നമ്മൾ ബീച്ചിൽ പോകുമ്പം സൺസെറ്റ് നമുക്ക് ക്ലിഫിൽ നിന്ന് അങ്ങനെ കാണാൻ പറ്റില്ലല്ലോ. നമ്മൾ മിക്കവാറും കടൽ തീരത്തിരുന്നിട്ടായിരിക്കുമല്ലോ കാണാം. ഇത് നമുക്ക് ആ ഒരു ക്ലിഫിൽ നിന്ന് കാണാൻ പറ്റുമ്പം അത് കുറേയും കൂടെ ആ വ്യൂ കുറേയും കൂടെ ഒരു ഭംഗി എനിക്ക് തോന്നിയായിരുന്നു. നമുക്ക് യൂഷ്വലി കിട്ടാത്തൊരു വ്യൂ ആയതുകൊണ്ടാകാം ആ ഗോൾഡൻ അവറിൻ്റെ ഭംഗി ശരിക്കും അന്നാണ് എനിക്ക് മനസ്സിലായത്. നമുക്ക് കിട്ടുന്ന ആ ഒരു വ്യൂവും താഴെ നോക്കുമ്പോൾ കടലും ഈ പാറയിലൊക്കെ വന്ന് കടലിങ്ങനെ അടിക്കുന്നതും ആ പച്ചപ്പും എല്ലാം ഒരു ഭയങ്കര ഒരു സന്തോഷം തരുന്നൊരു വ്യൂ ആയിരുന്നു. ഞങ്ങൾ താമസിച്ച സ്ഥലത്ത് നിന്ന് കുറച്ച് നടക്കാനുണ്ടായിരുന്നു ബീച്ചിലേക്ക്. അങ്ങനെ ദൂരെ നിന്ന് ഞങ്ങൾ ബീച്ചൊക്കെ കണ്ടു. ബീച്ചിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് സ്റ്റെപ്സ് ഉണ്ടായിരുന്നു. പിന്നെ സ്റ്റെപ്പൊക്കെ ഇറങ്ങി ഞങ്ങളങ്ങനെ ബീച്ചിലെത്തി. സൺസെറ്റ് ടൈം ആയതുകൊണ്ട് തന്നെ ബീച്ച് അത്യാവശ്യം ക്രൗഡഡ് ആയിരുന്നു. അതുപോലെ ഒത്തിരി കച്ചവടക്കാർ ഇതുപോലെ അവിടെ ഉണ്ടായിരുന്നു. എൻ്റെ കുറേ കുട്ടികൾ ഇതുപോലെ സാധനങ്ങളൊക്കെ വിറ്റുകൊണ്ട് അതിൽ നടക്കുന്നുണ്ടായിരുന്നു. അവർ വന്നിട്ട് ആക്ച്വലി നമ്മളോട് ചോദിക്കും മേടിക്കാവോ എന്നൊക്കെ ചോദിക്കും. നമുക്ക് അവരോട് നോ പറയാൻ പറ്റില്ലായിരുന്നു. അങ്ങനെ ഞങ്ങളവിടെ നിന്ന് സൺസെറ്റൊക്കെ കണ്ടു. ഭയങ്കര ബ്യൂട്ടിഫുൾ ആൻഡ് കാമായിട്ടുള്ള ഒരു മാജിക്കൽ സൺസെറ്റ് എന്നൊക്കെ പറയില്ലേ, അതുപോലത്തെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സൺസെറ്റ് ആയിരുന്നു അന്നത്തെ. അതെല്ലാം എൻജോയ് ചെയ്തു. നമ്മളിപ്പം അവിടെ നടന്നു വന്നതും ഇപ്പോൾ ആ ഒരു സ്കൈയുടെ ഭംഗിയൊക്കെ കാണുമ്പോൾ മനസ്സിലാവും ഓരോ നിമിഷവും മാറിക്കൊണ്ടിരിക്കുമായിരുന്നു അതിൻ്റെ ഭംഗി. അങ്ങനെ ഞങ്ങൾ മുകളിൽ പോയിട്ട് അവിടുത്തെ ഒരു റെസ്റ്റോറൻറ്റിൽ നിന്ന് ഇതുപോലെ ചായയും പഴംപൊരിയൊക്കെ മേടിച്ചു. ഒരു കാര്യം എനിക്ക് ഫീൽ ചെയ്തു, അവിടുത്തെ റെസ്റ്റോറൻറ്റ്സ് അത്യാവശ്യം ഓവർ പ്രൈസ്ഡാണ്. അതിപ്പോൾ വലുതാകട്ടെ ചെറിയ റെസ്റ്റോറൻ്റ് ആവട്ടെ ഒരു വ്യത്യാസമില്ല, എല്ലാം അത്യാവശ്യം ഓവർ പ്രൈസ്ഡാണ്. മേ ബി ഒത്തിരി ഫോറിനേഴ്സ് വരുന്ന സ്ഥലമായതുകൊണ്ടാകാം എല്ലാം ഇത്തിരി ഓവർ പ്രൈസ്ഡ് എന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് എണീറ്റ് ആ റെസ്റ്റോറൻറ്റ്സും ആ രാത്രി വൈബൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് കരുതി. ഇതുപോലെ വഴിയോര കച്ചവടക്കാരും കടകളെല്ലാം ഫുൾ ഓണാണ്. നമ്മൾ ഉച്ചയ്ക്ക് കണ്ട പോലെയല്ല കേട്ടോ. ശരിക്കും ഈ പ്ലേസ് ഒന്ന് ലൈവ്ലി ആവുന്നത് രാത്രിയാണ്. ഈ റെസ്റ്റോറൻറ്റുകളിലൊക്കെ ഇതുപോലെ മീനെല്ലാം ഇങ്ങനെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. നമുക്ക് അവിടുത്തെ മീൻ എന്താണെന്ന് വെച്ചാൽ ചൂസ് ചെയ്യാം. അവരത് നമുക്ക് പ്രിപ്പയർ ചെയ്ത് തരും. അങ്ങനെ ഞങ്ങൾ നടന്ന് വർക്കലയിൽ ഞാൻ ഏത് റീല് നോക്കുമ്പോഴും കാണുന്നൊരു പ്ലേസ് ഉണ്ടായിരുന്നു, ഈ കഫേ ഇറ്റാലിയനോ എന്നാന്ന് തോന്നുന്നു. അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ളതും ഭയങ്കര വൈബുള്ളൊരു സ്ഥലമാട്ടോ ഇത്.
ഈ സ്ഥലം കണ്ടപ്പോൾ ഞങ്ങൾ കയറണം എന്നിങ്ങനെ പറയുന്നുണ്ടായിരുന്നെങ്കിലും ഇപ്പം ഞാൻ റീൽ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ ആലോചിക്കണം എന്തുകൊണ്ട് അവിടെ കയറിയില്ല എന്ന്. ചുമ്മാ അത് കണ്ട് വീഡിയോ ഒക്കെ എടുത്തിട്ട് പോന്നു, കയറിയില്ല. പക്ഷെ ഇപ്പം ഞാൻ ഓർക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, അങ്ങനെ ആ സ്ഥലമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഫ്രണ്ടിലേക്ക് നടന്നു. സ്റ്റിൽ ഞങ്ങളൊരു നല്ലൊരു റെസ്റ്റോറൻറ്റ് നോക്കി നടക്കുമായിരുന്നു കേട്ടോ, ഫുഡ് കഴിക്കാൻ കയറാൻ. അങ്ങനെ നടന്ന് കുറച്ചങ്ങ് എത്തിക്കഴിഞ്ഞപ്പം നല്ലൊരു റെസ്റ്റോറൻറ്റ് കണ്ടു. അവിടെ കുറേയും കൂടെ ഒരു ഭയങ്കര കാമായിട്ടുള്ളൊരു സ്ഥലമായിട്ട് ഞങ്ങൾക്ക് ഫീൽ ചെയ്തു. അത്യാവശ്യം തിരക്കുണ്ട്, എല്ലാ റെസ്റ്റോറൻറ്റ്സിലും അത്യാവശ്യം തിരക്കുണ്ട്. ബട്ട് ഞങ്ങൾ പോയ സ്ഥലത്ത് കുറച്ചും കൂടെ ഒരു കാം ഫീലായിരുന്നു. ഇതാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത്, സ്ക്വിഡും അതിൻ്റെ കൂടെ ഫ്രൈസും സാലഡും പിന്നെ റൊട്ടിയോ നാനോ പിന്നെ ഈ ഫ്രൈഡ് റൈസ് പിന്നെ ഒരു മോക്ടെയിൽ ഓർഡർ ചെയ്തായിരുന്നേ. അങ്ങനെ ഫുഡ് അത്യാവശ്യം നല്ലതായിരുന്നു, അടിപൊളി ഫുഡായിരുന്നു. അതെല്ലാം കഴിച്ച് ഞങ്ങൾ തിരിച്ച് റൂമിലെത്തി. പിറ്റേ ദിവസം ഞങ്ങൾ രാവിലെ തന്നെ ഭയങ്കര വിശപ്പായിരുന്നു, അതുകൊണ്ട് തന്നെ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് തപ്പിയൊരു നടത്തുമായിരുന്നു. അപ്പം നമ്മൾ ലാസ്റ്റ് ഡേ പോയ നല്ല അടിപൊളി റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് ലെഫ്റ്റ് സൈഡിലേക്കാണ്. അപ്പോൾ അവിടെ ഏതെങ്കിലും ഒരു പുതിയ സ്ഥലം നമുക്ക് ട്രൈ ഔട്ട് ചെയ്യാമെന്ന് കരുതിയുള്ളൊരു നടത്തുമായിരുന്നു. അങ്ങനെ നടന്ന് ഞങ്ങളൊരു സ്ഥലത്തെത്തി. അപ്പോൾ ഞങ്ങൾക്ക് ആക്ച്വലി രാവിലത്തെ നമ്മുടെ നാട്ടിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം എന്നുള്ളതായിരുന്നു. അങ്ങനെ ഞങ്ങൾ ആദ്യം എത്തിയ സ്ഥലത്ത് നമുക്ക് ഒട്ടും വൃത്തി തോന്നിയില്ല. നാട്ടിലെ ഫുഡൊക്കെയാണ് അവിടെ റിസർവ് ചെയ്യുന്നതെന്ന് പറഞ്ഞു, ബട്ട് നമുക്ക് ഒട്ടും ക്ലീൻ അല്ല എന്ന് തോന്നിയതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി പിന്നെയും നടന്നു. അങ്ങനെ കറങ്ങി തിരിഞ്ഞ് തലേ ദിവസം ഡിന്നർ കഴിച്ച അതേ സ്ഥലത്തെത്തി. അവിടെ നിന്ന് ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അങ്ങനെ അവിടെ നിന്ന് ഞങ്ങളതൊക്കെ കഴിഞ്ഞ് ഇറങ്ങി വ്യൂസൊക്കെ കണ്ട് തിരിച്ച് റൂമിലെത്തി. ഞങ്ങൾ ചെക്ക് ഔട്ട് ചെയ്ത് അങ്ങനെ ഞങ്ങൾ നാട്ടിലേക്ക് തിരിച്ചു. അപ്പോൾ ഇതാണ് വർക്കല വ്ളോഗ്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് തോന്നുന്നു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.